പേര് ഡേവിസ് എന്നാണ്. ഈ സ്ഥലത്തിന് നമ്പളിക്കവരാന്നും പറയും, ഒക്കലെന്നും പറയും. എൻ്റെ പേര് ഉത്തമൻ. സ്ഥലം ഇവിടെ തന്നെ ഒക്കല്. പറഞ്ഞോളൂ. നമ്മളെ ഞാൻ എൻ്റെ പേര് ആന്റണി, ഒക്കൽ പഞ്ചായത്ത്. ഇപ്പോൾ അടുത്താണ് വീട്. എൻ്റെ പേര് സജീവ്. ഞാൻ പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിലൊരു വോട്ടറാണ്. ഇവിടെ നിലവിലെ സർക്കാരിനെ കുറിച്ച് എന്താണ്? നിലവിലെ സർക്കാർ നല്ല സൂപ്പർ സർക്കാരാണ്. എൻ്റെ പേര് പോളിന്ന്, മണ്ഡലം പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിൽപ്പെട്ടാണ് ഒക്കൽ ഗ്രാമം. ഈ കാര്യത്തെ പറഞ്ഞ ആലോചിച്ചാൽ ഈ ഭരിക്കുന്ന മുന്നണിക്ക് ഒരാൾ വോട്ട് ചെയ്യില്ല. എല്ലാവർക്കും ഇത് പറയും. പെരുമ്പാവൂരത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ കൊല്ലമ്പടി ഇവിടെ മനോജ് ചേട്ടന്റെ പേര് ജോസ്, MA ജോസ്. ചേട്ടന്റെ പേരൊന്ന് പറ. എൻ്റെ പേര് ജോസ് എന്നാണ്. സ്ഥലം ആയത്തോടി. മത്തായി, മാവേലിപ്പടി, ഓട്ടോ ഡ്രൈവറാണ്. പറഞ്ഞോളൂ. ഞാൻ ഒരു LDF-കാരനാണ്. പേര് പറഞ്ഞു. പീറ്റർ, ആയത്തുപിടിയിൽ. എൻ്റെ പേര് ഡേവിസ് എന്നാണ്. ഈ സ്ഥലത്തിന് നമ്പളിക്കവരാന്നും പറയും, ഒക്കലെന്നും പറയും. പിന്നെ കുന്നപ്പള്ളിക്ക് സീറ്റ് കിട്ടാഞ്ഞത് കൈഞ്ഞിരിപ്പ് ഇച്ചിരി മോശമാവുകൊണ്ട് അതായിരിക്കും എന്ന് തോന്നുന്നു. മനോജ് മൂത്തേനും ഞങ്ങളുടെ സ്വന്തം കൂടെയും ആണ്. അപ്പോൾ പുള്ളി ജയിക്കുമെന്നാണ് ഒരു ഉദ്ദേശം. അടിപൊളിയായിട്ട് ജയിക്കും. ഇവിടെ കേരള കോൺഗ്രസ് ആണ് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട്. കുന്നപ്പള്ളി വിമതനായി മത്സരിക്കുന്നതൊക്കെ കേൾക്കുന്നു. വിമതമായിട്ട് മത്സരിക്കാനുള്ളതെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിക്ക് പാർലമെന്റ് കൊടുത്താന്ന് പറഞ്ഞു. ഓക്കെ, MP അപ്പോ വന്നിടത്തോളം ഭരണം വളരെ മോശം എന്ന് വെച്ചാൽ അത്തരം എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞു. അവര് ശരിയാക്കി, ജനങ്ങൾ ശരിയായില്ല. ജനങ്ങൾ ശരിയാക്കിയില്ല. എൻ്റെ പേര് ഉത്തമൻ. സ്ഥലം ഇവിടെ തന്നെ ഒക്കല്. ഇത് നമ്പളിക്കവല. എൻ്റെ ബിസിനസ് ഇതാണ്. ഈ വാടകയ്ക്ക് കൊടുക്കുന്ന സാധനമാണ്. ഈ ബിൽഡിംഗ് മറ്റേ ഈ പണിയായുധങ്ങളുടെ സാധനമാണ്. ഓക്കെ. ഇത് എന്തെങ്കിലും തട്ടുമുട്ടി ഇങ്ങനെ കിട്ടും. രാഷ്ട്രത്തിന്റെ ഈ ഇങ്ങനൊന്നും കാരണം ഒരു പണി നടക്കാതെയായി. ഒന്നും വളരെ ശുഷ്കാന്തിയാണ്. സാധനങ്ങളെല്ലാം വിലക്കയറ്റത്തിൽ അങ്ങേറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ ഈ ഒരു പെരുമ്പാവൂര് സാഹചര്യങ്ങൾ വെച്ച് ഇവിടുത്തെ ഇലക്ഷനെ എങ്ങനെയാണ് കാണുന്നത്? ഇവിടുത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇത് കോൺഗ്രസിന്റെ സീറ്റായിരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ സീറ്റിനകത്ത് ഇപ്പോൾ കടിപിടിയായി. ഇത് നിലവിലുള്ള സ്ഥാനാർത്ഥി മാറ്റി വേറെ സ്ഥാനാർത്ഥി വരുന്നു എന്ന് പറഞ്ഞു. വന്നോ എന്നില്ല എന്നുള്ള സംശയം. വന്നു ബേസൽ പോളോ, നല്ല സീറ്റ് അടുത്ത വർഷത്തിൻ്റെ. അതായത് നിലവിലിവിടെ ഇപ്പം നിലവിൽ കോൺഗ്രസിന്റെ ഈ രീതി കിടക്കുക. കാരണം ഒരു അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടുത്തെ പെരുമ്പാവൂര് ഈ ഒരു മയക്കുമരുന്നിന്റെ ഒരു വലിയ മയക്കുമരുന്ന് കേസിന്റെ കേന്ദ്രമാണല്ലേ. കേന്ദ്രം എന്ന് പറഞ്ഞാൽ കേന്ദ്രം കെട്ടിടത്തിനകത്തുനിന്ന് ഈ അടുത്ത സമയത്തിൽ ഒരു 15 കിലോ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് ഈ കെട്ടിടത്തിനകത്തുനിന്ന്. ഈ ചായക്കടയുടെ മുകളത്തെ നിലയിൽ നിന്ന് ഒരു 10-15 കിലോ അങ്ങനെ ഇത്ര കെട്ട് ഒരു 4-5 കെട്ട് ചാക്കിനകത്താക്കി അവിടുത്തെ പിടിച്ച ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ഒരു ഇടപാടാണ്. അല്ല, അപ്പൊ ഇവിടെ പോലീസിന്റെ ഭാഗത്തുള്ള ഇടപെടലൊന്നും പോലീസിന്റെ ഇവിടെ നേരത്തെ പിടി കച്ചവടമാണ്. റാണിക്കടയും അല്ലാതെ എല്ലാം ഇവിടെ നടത്തിപ്പിടി കച്ചവടം. എന്നിട്ട് പോലീസിനെ നോക്കൂത്തിയായിട്ട് മാറുന്നത്. പോലീസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക, പോലീസിന് കർശന കറ്റേണ്ട നിയമം അതിനെ നടപ്പാക്കാൻ നിയമം കൈ കൊടുത്തെങ്കിൽ മാത്രമേ പോലീസിന് നടപ്പാക്കാൻ പറ്റൂ. അല്ലാതെ അടഞ്ഞ രീതിയിൽ പോയാൽ സർക്കാർ അടഞ്ഞ രീതിയിൽ പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മദ്യത്തിന് അനുകൂലമാണ് സർക്കാർ. എന്ത് ഉത്തരം ചെയ്യുന്നതിന് ഒരു തർക്കമില്ല. ചേട്ടന്റെ അഭിപ്രായത്തില് സർക്കാർ മാറുമോ? പുതിയ സർക്കാർ മാറിയ ഇവിടെ നേടിപ്പോകും. നമ്മളെ ഞാൻ എൻ്റെ പേര് ആന്റണി, ഒക്കൽ പഞ്ചായത്ത്. ഇപ്പോൾ അടുത്താണ് വീട്. ഒക്കൽ പഞ്ചായത്ത് നല്ല ഭരണം കാഴ്ച ഒത്തൊരുമയോടെ രാഷ്ട്രീയ പേര് പറഞ്ഞു കുഴപ്പമുണ്ടോ? ഇഷ്ടമുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. കോൺഗ്രസ് ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം ഭരണം പിടിക്കാം. അടിയും കുടിയും കാലുവാരലും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭരണം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കോൺഗ്രസ് ഒത്തൊരുമിച്ച് എല്ലാ നേതാക്കളും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഭരണം അപ്പൊ ഇപ്രാവശ്യത്തെ ഭരണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്രാവശ്യം ഭരണം പറയത്തൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല.
പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, അതിനൊന്നും ഒരു പരിഹാരമില്ല. പിന്നെ ഇവിടുത്തെ ലഹരിയുടെ അതിപ്രസരം ലഹരികളിവിടെ ലഹരി അതൊക്കെ ഇവിടുത്തെ നേതാക്കൾ ഗവൺമെന്റിന്റെ പരാജയമാണുള്ളത്. അവരല്ലേ അത് കണ്ടുപിടിക്കണ്ട. ലഹരി അധികമായിട്ടുള്ള ബാറുകൾ അനുവദിക്കുന്നു, ലഹരി ഉപഭോഗങ്ങൾ കടകളിൽ വെക്കുന്നു. ഇപ്പൊ മദ്യം 12 മണി വരെ കിട്ടുമെന്ന് പറയുന്നു. ബാറിന്റെ സമയം കൂട്ടി, അങ്ങനെയൊക്കെ ആവുമ്പോൾ ആളുകൾ ഇതിനകത്ത് കൂടുതൽ ആകർഷകമാക്കണം. എന്റെ പേര് സജീവ്, ഞാൻ പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. ഇവിടെ നിലവിലെ സർക്കാരിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിലവിലെ സർക്കാർ നല്ല സൂപ്പർ സർക്കാരാണ്. പിണറായി വിജയൻ തന്നെ ഇനി വീണ്ടും വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, ഇവിടെ ഈ പ്രാവശ്യം ഒരു മാറ്റം ഉണ്ടാവും, തീർച്ചയായിട്ടും ബേസിൽ പോൾ ജയിച്ചിരിക്കും. 100% ഉറപ്പാണ്. പിന്നെ ഇപ്പൊ പെരുമ്പാവൂരിനെ പറ്റി കേൾക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപമാണ് പെരുമ്പാവൂർ ഇഷ്ടംപോലെ ലഹരി പദാർത്ഥങ്ങൾ ഇഷ്ടംപോലെ കിട്ടുന്നു. അത് ശ്രദ്ധിക്കണ്ട, അത് നമ്മുടെ MLA ഇപ്പോഴത്തെ നിലവിലെ MLA അത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അത് ഒഴിവാക്കാൻ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. അല്ല, ഇപ്പൊ അത് ശ്രദ്ധിക്കേണ്ടത് MLA ആണോ? പിന്നെ MLA ശ്രദ്ധിക്കില്ല, അത് ശ്രദ്ധിക്കേണ്ടത് ആഭ്യന്തര മന്ത്രാലയവും പോലീസും ഒക്കെ അല്ലേ? എന്നാലും MLAക്ക് ശ്രദ്ധിക്കാലോ. അല്ല, ഇപ്പൊ അതിനു വേണ്ടി ഒരു മുൻകൈ എടുത്തല്ല. ഇല്ല. ഓക്കെ. എൻ്റെ പേര് പോളിന്ന്, മണ്ഡലം പെരുമ്പാവൂർ മണ്ഡലത്തിൽപ്പെട്ടതാണ്, ഒക്കൽ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ വീണ്ടും UDF കൂടെ അധികാരത്തിൽ വരണം. കാരണം LDF വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം പെരുമ്പാവൂർ മണ്ഡലത്തെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ബംഗാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടമാണ്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ബംഗാളികൾ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ഞായറാഴ്ച സ്ത്രീകൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്കോ പെരുമ്പാവൂർ ടൗണിൽ കൂടെ നടക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. തീർത്തും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് വളരെ മോശമായ രീതിയിൽ പെരുമാറി. കാരണം അതുകൊണ്ട് തിരിച്ച് വീണ്ടും 100 സീറ്റിൽ കൂടുതൽ നേടി UDF അധികാരത്തിൽ വരും. ഇത് എൻ്റെ പേര് ബേബി, ഈ സ്ഥലത്തിന്റെ പേര് ഒക്കല്. പെരുമ്പാവൂർ മണ്ഡലത്തിനെ പറ്റി ചോദിച്ചാൽ എനിക്ക് നല്ല പിടിയില്ല. ഞാനിവിടെ ഓക്കെ. അല്ല, പെരുമ്പാവൂരിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. കാരണം ഞാൻ ഇവിടെ അങ്ങോട്ട് പോയി കായലിലേക്ക് അപ്പുറം താമസിക്കും. ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ നിലവിലെ സർക്കാരിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിലവിലെ സർക്കാരിനെ കുറിച്ച് പെൻഷൻ തന്നെ ആയിരുന്നു നല്ല അഭിപ്രായമാണ്, വേറെ ഒന്നിനും അഭിപ്രായമില്ല. ഈ ചേട്ടൻ ചെയ്യുന്ന ലോട്ടറി കച്ചവടമാണ്. ഈ ലോട്ടറി കച്ചവടത്തിനെ കുറിച്ച് എന്താണ്? ഇതിൽ ഏറ്റവും കൂടുതൽ നീതികേട് ചെയ്തങ്ങളെ ഞങ്ങളെപ്പോലെ ഉള്ളവരോടാണ്. കാരണം 40 രൂപ ടിക്കറ്റിന് ഉണ്ടായിരുന്നപ്പോൾ ഇതിന് 6 രൂപ 60 പൈസ കമ്മീഷൻ്റെ. അത് അവർ കൂട്ടി 50 രൂപയാക്കി കഴിഞ്ഞപ്പോൾ 6 രൂപയാക്കി 66 പൈസ കുറച്ചു. ഞങ്ങളെ പോലെ ഈ വഴിയോരത്ത് ഇതുപോലെ ചെണ്ടി കിടക്കണ 10 രൂപ കൂട്ടിയപ്പോൾ 6 പൈസ നിങ്ങളെ കുറച്ചു. പിന്നെ ടിക്കറ്റ് വില ഈ ഒരു ബുക്കുമേ 25 രൂപ കൂട്ടി. ഇതെല്ലാം ഞങ്ങൾക്ക് കുറവ് തന്നെ ഇടപാടാണ്. 25 രൂപ ടിക്കറ്റ് വില കൂട്ടി. അങ്ങനെ ഈ കാര്യത്തെ പറഞ്ഞ് ആലോചിച്ചാൽ ഈ ഭരിക്കണ മുന്നണിക്ക് ഒരാൾ വോട്ട് ചെയ്യില്ല. എല്ലാവർക്കും ഇത് പറയും. പെരുമ്പാവൂരത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. കാരണം മത്സരിക്കുന്ന 2 ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ആരെങ്കിലും ജയിക്കട്ടെ, വോട്ട് കൂടുതലിട്ട ആൾ ജയിക്കട്ടെ. പിന്നെ ചേട്ടൻ ചോദിച്ച രണ്ടാമത്തെ കേസ്, ഇവിടുത്തെ അതിഥി തൊഴിലാളികൾക്കിടയിൽ ലഹരി വ്യാപനവും വിപണനവും വിൽപ്പനയും കൂടുതലാണ് എന്നൊരു സംസാരം പൊതുവെ ഉണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ വിപണനവും വ്യാപാരവും ഉപയോഗവും നടക്കുന്ന പല നഗരങ്ങളും കേരളത്തിലുണ്ട്. പക്ഷെ പെരുമ്പാവൂരിനെ ടാർഗറ്റ് ചെയ്ത് ഒരു മയക്കുമരുന്ന് ലോബിയാക്കി മയക്കുമരുന്ന് ശൃംഖലയുടെ ഒരു താവളമാക്കി ചിത്രീകരിക്കാനുള്ള ഒരു നിഗൂഢ നീക്കം ഇതിൽ നടക്കുന്നുണ്ട്. ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട കുറെ ഭാഗങ്ങൾ അതിന്റെ ഭാഗമാവുന്നുണ്ട് എന്നുള്ള സത്യമാണെങ്കിലും പൊതുവെ നോക്കുമ്പോൾ പെരുമ്പാവൂര് അത്രയധികം പ്രശ്നമുള്ള ഒരു ഏരിയ അല്ല. ഇതിൽ കൂടുതൽ പ്രശ്നങ്ങളുള്ള പട്ടണങ്ങൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരിക്കെ ഇതൊരു മാധ്യമ സൃഷ്ടിയുടെ ഭാഗവും കുറെ ആളുകളുടെ ഒരു ഗൂഢമായ ഒരു ആലോചനയും ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. ഓക്കെ, ഇനി ഒരു ഒറ്റ വാക്കൂടെ, നിലവിലെ സർക്കാരിനെ എങ്ങനെ കാണുന്നു? നിലവിലെ സർക്കാരിനെ വിലയിരുത്തുകയാണെങ്കിൽ, നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ സർക്കാരിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, മതി. നമ്മുടെ കൊല്ലമ്പടി ഇവിടെ മനോജ്, ചേട്ടന്റെ പേര് ജോസ്, MA ജോസ്. വീട്ടുപേര് വല്ലതും വേണ്ട, അത്ര പറയാം. MA ജോസ്, മേപ്പിളി, അങ്ങനെയുള്ള അത്ര ഉള്ളു. പിന്നെ എനിക്ക് പറയാന്ന് പറഞ്ഞാൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ INTC ഇവിടെ INTCയുടെ ഒരാളാണ്. ഇവിടെ നിൽക്കാൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പള്ളിക്ക് വേണ്ടി നമ്മള്
ഇപ്പൊ മനോജ് ഇവിടെ നിക്കണേന്ന് പറയണം. അതിനു വേണ്ടി ഞങ്ങൾ എല്ലാവരും താല്പര്യമാണ് ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നവര് താല്പര്യമുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. പിന്നെ കാരനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട് നമുക്ക് കൂടുതൽ വിവരമില്ല, പഠിത്തമൊക്കെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃഷിപ്പണി ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിൻ്റെ അകത്ത് പറയണൊക്കെ കേൾക്കണത് അവരുടെ മോശമുള്ള പരിപാടിയാണെന്ന് പറയണു. അപ്പൊ അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എന്നാലും നമ്മള് എല്ലാവരുടെയും കൂടെ നിൽക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനുമാണ്. കാരണം എന്താ വെച്ചാൽ അപ്പൊ എനിക്ക് അങ്ങനെയുണ്ട്, ഞാൻ കോൺഗ്രസ്സാരാന്നുള്ള ഉറപ്പ് തന്നെ. ജോസ് എന്നാണ് സ്ഥലം ആയത്തോടി. ഇത് പെരുമ്പാവൂർ മണ്ഡലത്തിൽ പെടുന്ന സ്ഥലമല്ലേ? പെരുമ്പാവൂർ മണ്ഡലത്തിലുള്ള സ്ഥലമാണ്. ഓക്കെ, നിലവിലെ സർക്കാരിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മോശമാണ്. മാർക്ക് കുറവാണ്. എന്താണ് അതിനുള്ള കാരണം? എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു അഴിമതി തന്നെയാണ് മെയിൻ കാരണമായിട്ട് പറയാൻ പറ്റുള്ളൂ. പല രീതിയിലും ചൂരൽമല ഒരു അഴിമതി എത്തിയിട്ട് സ്വർണ്ണക്കള്ള വരെ എത്തിക്കണം. ശബരിമലയിൽ ഭഗവാന് വരെ ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കള്ളത്തരം അവർ ചെയ്തിട്ടുണ്ട്. അത് കുറെ ആൾക്കാർ ജയിലിൽ കിടക്കണം. അവരൊന്നും പാർട്ടിയിൽ നിന്ന് ഒരു ഇതേ കണ്ടല്ല. പാർട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ പ്രാവശ്യം ഇവിടെ ഇലക്ഷനിൽ ആര് ജയിക്കാനാണ് സാധ്യത? കോൺഗ്രസ്സുകാർ തന്നെ. കോൺഗ്രസ് ജയിക്കോ? പക്ഷെ ഇതുവരെ കോൺഗ്രസിന് ഒരു കാൻഡിഡേറ്റ് പോലും ആയില്ലെന്ന് അയ്യോ ഞാനിവിടെ വന്ന വഴിക്ക് എവിടെ ഒരു പോസ്റ്ററും കാര്യങ്ങളും ഒന്നും ഇന്നലെ വൈകുന്നേരമാണ് ആയത്. ഓക്കെ, കോൺഗ്രസ് തന്നെ ജയിക്കാനും സാധ്യത. കോൺഗ്രസിന്റെ മണ്ഡലമാണ്, കോൺഗ്രസ്സുകാരാണ് ഭൂരിഭാഗം ജയിക്കാറ്. ഓക്കെ, മത്തായി മാവേലിപ്പടി ഓട്ടോ ഡ്രൈവറാണ്. പെരുമ്പാവൂരെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ആര് ജയിക്കാനാണ് സാധ്യത? പെരുമ്പാവൂര് വർഷങ്ങളായിട്ട് UDF ആണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തില് നിലവിലുള്ള MLA റിബലായി വരുമെന്നൊക്കെ പറയണ കേൾക്കണം. ആ സാഹചര്യം ഒന്നും ഇനി മുന്നോട്ട് പോവില്ല. പാർട്ടി ഇടപെട്ട് നല്ല രീതിയിൽ പോകും. ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി ഇവിടെ ആരായിരുന്നാലും UDF സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ സാധ്യത. UDF നല്ലൊരു കാഴ്ചപ്പാടുകളും നല്ലൊരു ഭരണമാണ് ഈ 10 വർഷങ്ങൾ നടന്നേക്കണം. ഇനി അങ്ങനെ തന്നെ ഉണ്ടാവും വിചാരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം ഇവിടെ അല്ല സംസ്ഥാനം ഭരിക്കുന്നത് UDF അല്ലല്ലോ. ഇവിടെ പെരുമ്പാവൂർ മണ്ഡലം. പെരുമ്പാവൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു, UDFന്റെ MLA ആയിരുന്നു. മണ്ഡലം നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ അടുത്ത UDFന്റെ സ്ഥാനാർത്ഥി MLA ആയി വരുമ്പോൾ സംഭവിക്കുന്നു. പറഞ്ഞോളൂ. ഞാൻ ഒരു LDF-കാരനാണ്. പേര് പറഞ്ഞു. പീറ്റർ ആയത്തുപിടിക്കുന്നു. LDF-കാരനാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി എൻ്റെ അയൽവക്കാരനാണ്. പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ അയൽവക്കാണ്. പുള്ളിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ LDF സർക്കാർ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ഒരു വ്യക്തതയില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പുള്ളിയുടെ ഗവൺമെൻറ് പരിപാടി. പിന്നെ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാട് ഞങ്ങളുടെ ഈ കോമൺ റൈസിന്റെ ഒരു റോഡ് ഇത്ര പോകുന്നത് അത് വർഷങ്ങളായിട്ട് ഞങ്ങളൊരു സമരവും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പവൻ റൈസിന്റെ ആൾക്കാർ തന്നെ ആ പവൻ റൈസ് തന്നെയല്ല കേട്ടോ, വേറെ 2-3 കമ്പനിക്കാരും ഉണ്ട്. അതിന്റെ വേസ്റ്റ് വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴുകി, കക്കൂസ് മാലിന്യങ്ങളൊക്കെ ഇതിൽ ഒഴുകി വെള്ളം ഒന്നിനും കൊള്ളില്ലാത്ത ജനങ്ങൾ അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഒത്തിരി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതിനൊന്നും ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടും ആരും ഒരു രാഷ്ട്രീയക്കാരും LDF ഒന്നോ കോൺഗ്രസ് ഒന്നോ BJP ഒന്നോ ആരും പ്രതികരിക്കുന്നില്ല. അവരെ കാശ് മേടിച്ചിട്ട് ഈ കഴിയുന്നു. പിന്നെ ജനങ്ങളെന്തും പറഞ്ഞ് അവരാരും അംഗീകരിക്കുന്നില്ല. പിന്നെ നമ്മൾ പെരുമ്പാവൂരിനെ പറ്റി കേൾക്കുന്ന ഒരു മെയിൻ ആക്ഷേപമാണ് ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ വളരെ ഈസിലി കിട്ടുന്നു. അത് ഒത്തിരി ഈ മേഖലയിലൊക്കെ അങ്ങനെയില്ല. ടൗൺ കേന്ദ്രീകരിച്ചാണ് അങ്ങനെ ഒത്തിരി ലഹരി പദാർത്ഥങ്ങളൊക്കെ വിപണനം ഉണ്ട് അല്ലേ? അത് വായുമാനൊക്കെയാണ് കൂടുതൽ അതിൻ്റെ അകത്ത് കൊല്ലുന്നത്. അത് കുറേയൊക്കെ പോലീസ് പിടിക്കുന്നുണ്ട്, കുറച്ചൊക്കെ കണ്ണടച്ച് കളയുന്നുണ്ട്. അവർക്കുള്ള ഒരു പ്രശ്നം അവരും ഇതിൻ്റെ അകത്ത് ഒരു തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ.